ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു കൺസീലർ അല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിനെ എത്ര സിമ്പിൾ ആക്കാന്നുള്ളതാണ്. അതായത് നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഹാക്കുകൾ അല്ലെങ്കിൽ ട്രിക്കുകൾ നമുക്ക് ഈ കൺസീലർ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് ഇത് പറയുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മുടെ പിമ്പിൾ മാർക്സ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വൺ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഇതിലും കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള ഒരു കൺസീലറാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെ ഒന്ന് ഈ ഒരു കൺസീലർ അല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഐ മേക്കപ്പിൽ ഐ ഷാഡോ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ബേസ് ആയിട്ട് ഈ കൺസീലറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കളർ കറക്റ്ററിനെ യൂസ് ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ള ഐസിൻ്റെ മേളിൽ ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഐ ഷാഡോയുടെ കളർ എടുത്ത് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് ആ ഒരു കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. സമയം ഈ ഒരു ഐസിൽ ഞാൻ ബേസ് അപ്ലൈ ചെയ്തിട്ടില്ല, കളറിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൺസീലർ അല്ലെങ്കിൽ ബേസ് ഒന്നും അപ്ലൈ ചെയ്യാത്ത ഐസിൽ ഐ ഷാഡോ ഇടുമ്പോഴത്തേനും ആ കളർ കുറച്ചുകൂടെ ഒന്ന് ഡള്ളായിട്ട് ആണ് കാണിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ കോൺട്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കോൺട്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺട്രിങ്ങിന് കുറച്ചൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ നോസിലൊക്കെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഒരു കൺസീലർ അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രിങ്ങിനെ ഒന്ന് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് ലിപ്സ് ഭയങ്കര ഡാർക്ക് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് ഒരു പരിധി വരെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ കളർ കറക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. അതൊന്ന് നമുക്ക് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കളറാണോ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആ ഒരു കളർ തന്നെ നമുക്ക് ലിപ്സിൽ വരും. അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സിൽ നമ്മൾ ഏത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താലും നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ എക്സാക്റ്റ് കളർ അതിൽ കിട്ടത്തില്ല. ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഏകദേശം എക്സാക്റ്റ് കളർ നമുക്ക് ലിപ്സിൽ കിട്ടുന്നുണ്ട്. ഇതൊരു ന്യൂഡ് കളർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ 4 ഹാക്കാണ് കൺസീലർ അല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മേക്കപ്പിൽ. ഇങ്ങനെ നമുക്ക് മേക്കപ്പ് ഈസി ആക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്